നമുക്ക് ഈ വീടിനുള്ളിലേക്കൊന്ന് പ്രവേശിക്കാം കേട്ടോ. വളരെ കുനിഞ്ഞ് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. എൻ്റെ മോനെ പാട് തന്നെ കണ്ടോ, വലിയ പാടാണ്. ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു അടുക്കളയാണ്, എണീറ്റ് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് റൂമാണ്, ആ ഒരു ഭാഗത്ത് ഒരു റൂമാണ്. ഇവിടെ ഒരു കട്ടിലുണ്ട്, അവിടെ ഒരു കട്ടിലുണ്ട്. പരിമിതമായ സ്ഥലമേ ഉള്ളൂ. ശരിക്കും എണീറ്റ് നിന്ന് നടന്നു പോകാനായിട്ട് സാധിക്കില്ല. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ പശ്ചിമ ബംഗാളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ചക്ല എന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ചക്ലയും ചക്ലയ്ക്ക് അടുത്തുള്ള പ്രാന്തപ്രദേശങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ബംഗാളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം നമ്മളെ യാത്രയിൽ സഹായിക്കാനായിട്ട് നമ്മുടെ നാസർ ബന്ധു ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ ചക്ലയിലുള്ള ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ചക്ലയിലുള്ള ക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് നമ്മുടെ നാസർ ബന്ധു തന്നെയാണ്. കാരണം അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചക്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ബംഗാളിലുള്ള ആളുകൾക്ക് പൊതുവെ ഫസ്റ്റ് ഓർമ്മ വരുന്ന കാര്യം ഇവിടുത്തെ ക്ഷേത്രമായിരിക്കും. ഇത് ചക്ലയിലെ ലോക്നാഥ് ബാബ മന്ദിറാണ്. ലോക്നാഥ് ബാബ ഇവിടെ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി വര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ചക്ല. ഇദ്ദേഹം 18ാം നൂറ്റാണ്ടിൽ ഇവിടെ ജനിച്ച് ബംഗാളിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലോട്ട് വെസ്റ്റ് ഏഷ്യയിലോട്ടൊക്കെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത ഒരു സന്യാസിയായിരുന്നു. അക്കാലത്തൊരു സോഷ്യൽ റിഫോമറും പിന്നെ ഹഠയോഗ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളും പിന്നെ ഹിമാലയത്തിലുള്ള ഒരുപാട് യോഗി വര്യന്മാരൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരു ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന രീതിയിൽ പ്രാധാന്യം ഈ ചക്ലയ്ക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ അമ്പലത്തിൽ പുതിയ ബിൽഡിംഗ് ഏകദേശം 50 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ ചെറിയ ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള കാളിക്ഷേത്രം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉത്സവങ്ങളും പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്. പിന്നെ ബംഗാളിലെ തന്നെ പല ഭാഗങ്ങളിലും വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ ഒരു തീർത്ഥാടനമായിട്ട് വരാറുണ്ട്. ഈ ലോക്നാഥ് ബാബയുടെ പേരിലുള്ള ആശ്രമങ്ങൾ വെസ്റ്റ് ബംഗാളിലും ആസാമിലും ബീഹാറിലും പിന്നെ ബംഗ്ലാദേശിലൊക്കെ ആയിട്ട് ഒരുപാട് ആശ്രമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകർ ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടെ സന്ദർശിക്കാനായിട്ട്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു കാർ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനോട് ചുറ്റപ്പെട്ട ധാരാളം കടകൾ നമുക്ക് കാണാൻ കഴിയും. കുറേ കടകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഹോട്ടലായിട്ടും മറ്റ് ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് ബിൽഡിങ്ങുകൾ വെറുതെ കിടപ്പുണ്ട്. ഇത് അമ്പലത്തിൻ്റെ സ്ഥലവും അതോടൊപ്പം തന്നെ അമ്പല കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളാണ്. ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമ്പല കമ്മിറ്റിക്കാർ ഇവിടെ പണിത് ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ തദ്ദേശികളായിട്ടുള്ള ജനങ്ങൾ ഇത് കയ്യേറിയിട്ട് റെസ്റ്റോറൻറ്റും മറ്റ് കടകളൊക്കെ നടത്തുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു വിചിത്രമായ ഒരു കാഴ്ച. അതായത് നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും അമ്പല കമ്മിറ്റിക്കാർ എന്തെങ്കിലും ബിൽഡിങ് പണിതിട്ട് കഴിഞ്ഞാൽ അവിടെ കയറി ഒരു ദിവസം കിടക്കണമെങ്കിൽ പോലും അനുവാദം ചോദിക്കണം. ഇവിടെ സ്വന്തമായിട്ട് ഇവർ മുന്നോട്ട് ഓടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് ബിൽഡിങ് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ കടകൾ നടത്തി വാടകയൊന്നും കൊടുക്കാതെ അവരങ്ങനെ കൂടിയിരിക്കുകയാണ്. പിന്നെ കുറേ കെട്ടിടങ്ങൾ ചുമ്മാതെ കിടപ്പുണ്ട്. അപ്പോൾ ആ കെട്ടിടങ്ങൾക്ക് പ്രത്യേകിച്ച് വാതിലോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കിടക്കുന്ന ആ കെട്ടിടങ്ങൾ അത് ഉപയോഗിച്ചു അവരെടുത്ത് അത് വലുതാക്കിയിട്ട് അവർക്ക് ആവശ്യമായ രീതിയിൽ റെസ്റ്റോറൻറ്റും മറ്റു കടകളൊക്കെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരൊക്കെ വളരെ സൗഹൃദപരമായിട്ടാണ് ഇവിടുത്തെ തദ്ദേശികളോട് പെരുമാറുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അത് കയ്യേറി അവിടെ കടകളൊക്കെ നടത്തുമ്പം സ്വാഭാവികമായിട്ടും അവർ എതിർക്കേണ്ടതാണ്. ഇവരെ അങ്ങനെ എതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവരവിടെ ഉപജീവനം നടത്തിക്കോട്ടെ എന്നുള്ള നിലയിലായിരിക്കാം അവർ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എന്തായാലും കയ്യേറിയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ കടകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വാടകയോ കാര്യങ്ങളൊന്നും ഇവരിവിടെ കൊടുക്കുന്നില്ല. അവരുടേതായ രീതിയിൽ ആ കടകളൊക്കെ പ്രവർത്തിച്ച് വരികയാണ്. അപ്പോൾ അതൊരു കാര്യം. ഇനി അടുത്തൊരു വിചിത്രമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനല്ല, ഒരു പോലീസ് ഔട്ട് പോസ്റ്റാണ്. ആ പോലീസ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SIയും പിന്നെ 2-3 കോൺസ്റ്റബിൾമാരുമാണ് ഉള്ളത് നിലവിൽ. അപ്പോൾ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് വരും പോകും അങ്ങനെയൊക്കെയാണ്. മറ്റ് മെയിൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്ന എന്തെങ്കിലും വാഹനങ്ങളൊക്കെ ചില ദിവസങ്ങൾ അവർ ഉപയോഗിക്കും. അതല്ലാത്ത പക്ഷം അവർ ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം. ബന്ധു പറയത് ഏതെങ്കിലും വാഹനം പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കേസിലോ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് നടത്തിയതിൻ്റെ പേരിൽ വാഹനം പിടിച്ചെടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അതുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരതാണ് പോലീസ് വാനായിട്ടോ അല്ലെങ്കിൽ പോലീസ് ജീപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലീസിൻ്റേതായിട്ടുള്ള
വാഹനമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. അപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായിട്ട് വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ അവർ ലൈറ്റൊക്കെ വെച്ച് അവർ കുറേ കാലം ഉപയോഗിക്കും. പിന്നെ കേസൊക്കെ തീർന്നു കഴിയുമ്പോൾ ആ വാഹനം വിട്ടുകൊടുക്കും. അപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ മറ്റൊരു വാഹനം ഉണ്ടായിരിക്കും. ആ വാഹനം പിന്നീട് പോലീസ് ജീപ്പായിട്ടോ വാനായിട്ടോ അവർ ഉപയോഗിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് വാഹനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു ചെറിയ രസകരമായൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നാസർ ബന്ധുവിന് ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജീപ്പ് ഒരു ദിവസം SI ചോദിച്ചു, കുറച്ച് ദിവസം ഞങ്ങൾക്കൊന്ന് ഉപയോഗിക്കാൻ തരാമോ, വാഹനമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല സാർ എടുത്തോളം പറഞ്ഞ് അങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ 6 മാസത്തോളം പോലീസുകാരും SIയും ആ ഒരു വാഹനം ഉപയോഗിച്ചു. ഏറ്റവും വലിയ കോമഡി അല്ലെങ്കിൽ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രജിസ്ട്രേഷനായിട്ടുള്ള വാഹനമാണ് അവർ പോലീസ് ജീപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചത്. ബീക്കണൊക്കെ വെച്ച് വയർലെസ് ഒക്കെ വെച്ച് അതങ്ങ് ഉപയോഗിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഒന്നും പ്രശ്നമില്ല എന്ന് ചോദിച്ചപ്പോൾ ബന്ധു പറയതേ അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇവിടെ ആരും നോക്കാൻ പോകുന്നില്ല, ഏത് രജിസ്ട്രേഷൻ ആണെന്നോ ഒന്നും അവർ നോക്കില്ല, അവർക്കൊരു വാഹനം കിട്ടിയാൽ മതി. ഇനി വേറൊരു കൗതുകരമായ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയാം. ഇവിടെ പോലീസ് ഡ്രൈവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ഒരാളായിരിക്കും. സ്ഥിരമായിട്ട് നിയമനമുള്ള ഒരാളൊന്നും ആയിരിക്കില്ല. പോലീസ് SI ആണ് തീരുമാനിക്കുന്നത് ഇന്ന ആളായിക്കോട്ടെ എന്ന്. ഈ തദ്ദേശീയമായിട്ടുള്ള ഒരാളെ അദ്ദേഹം എടുത്തിട്ട് നീ ഇന്ന് മുതൽ പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണമല്ലോ. അപ്പോൾ ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈകിട്ട് സമയങ്ങളിൽ ചെക്കിങ്ങിനൊക്കെ പോകും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചക്കളയിലല്ല, കുറച്ചൊക്കെ മാറി ദേശങ്ങളിൽ പോയിട്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൈക്കൂലി പോലെയൊക്കെ കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതമാണ് ഇദ്ദേഹത്തിൻ്റെ ശമ്പളം. എങ്ങനെയുണ്ട്? വളരെ രസകരമായ ഒരു കേൾവിയല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വിചിത്രമായ ഒരു ഇടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ചക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോലീസ് സ്റ്റേഷനാണെങ്കിലും അതിനോട് ചേർന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന അമ്പല കമ്മിറ്റിയുടെ കെട്ടിടങ്ങളിലാണെങ്കിലൊക്കെ വിചിത്രമായ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും കുറേ വിചിത്രമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കിനി ചായ കുടിക്കാം. നമുക്ക് ചായയും ഭക്ഷണമൊക്കെ തരുന്ന നമ്മുടെ പാർത്തു അണ്ണനും പിങ്കി ചേച്ചിയുടെ കടയാണ് കേട്ടോ. എനിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ബന്ധു ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാം. വൈകിട്ട് സമയങ്ങളിലുള്ള ഫുഡും രാവിലത്തെ ഫുഡും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെയല്ല, ഇവരുടെ വീട്ടിലും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ പാർത്തു അണ്ണൻ. നമസ്തേ പാർത്തു ഭയ്യ. പാർത്തു ഭയ്യ. അത് നമ്മുടെ പിങ്കി ചേച്ചിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേട്ടോ. ഇവരുടെ കടയാണ്. അപ്പോൾ നാസർ ബന്ധു ഇവിടെ വന്ന് ഇവരെ പരിചയപ്പെട്ട് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള ചായ കുടിയും കാര്യങ്ങളൊക്കെ. നമുക്ക് അകത്തിരിക്കാം, ഇരുന്നിട്ട് നമുക്ക് ചായ കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇത് മക്കളെ രണ്ടുപേരും കേട്ടോ, അവരുടെ മക്കളാണത്. നാം പോലോ ദീപ്. ദീപ് ദീപ് നാം ദിപനിത. ദിപനിത എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം, ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ബാ. അങ്ങനെ എന്തായാലും നമ്മുടെ ചായ കിട്ടി കേട്ടോ. ചായയും ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു. ഇനിയിപ്പോൾ ചായ കുടിക്കാം. അപ്പം പിങ്കി ചേച്ചിയെക്കുറിച്ചും പാർത്തു അണ്ണനെക്കുറിച്ചും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർത്തു ഭയ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു 5 വർഷം മുന്നേ ഒക്കെ വന്നിരുന്നു ഇവിടെ. ഈ ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് നമുക്കുള്ള ഫുഡ് ബന്ധു അറേഞ്ച് ചെയ്ത് ഇവരുടെ വീട്ടിലും ഈ കടയിലുമായിട്ടാണ്. ഇവിടെ രാവിലെ വന്നു കഴിയുമ്പോൾ നമുക്ക് പൂരി കിട്ടും. പൂരിയും ചായയാണ് രാവിലെ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്. പിന്നെ വൈകിട്ടും പാർത്തു അണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഊണാണ് ഇവിടെ മെയിനായിട്ട്, മീൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ബംഗാളി സ്റ്റൈലിലുള്ള മീൽസാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ ഭക്ഷണ രീതികൾ ഇവിടെ വന്നപ്പോൾ ഇവരുടെ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. രാവിലെ പൂരി, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ഊണ്. ചപ്പാത്തിയോ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് ഒന്നും നമുക്ക് എന്തായാലും കിട്ടില്ല. ഇത് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ 4 പൂരിയും പിന്നെ ഒരു 2 ചായയും പിന്നെ അതിനോട് ചേർന്ന് ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. അത്രയും കഴിച്ചു കഴിഞ്ഞാൽ 20 രൂപയേ ഉള്ളൂ. 4 പൂരി, 2 ചായ, പിന്നെ ഈ പറയുന്ന കറി, ഉരുളക്കിഴങ്ങ് കറിയോടെ കഴിച്ച് കഴിയുമ്പോൾ 20 രൂപ. എന്നാലും നമ്മുടെ നാട്ടിലൊന്നും 20 രൂപയ്ക്ക് ചായയും അതോടൊപ്പം തന്നെ പൂരിയും കറിയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഊണിനാണെങ്കിൽ പോലും ഇവിടെ നിസ്സാര പൈസ ഉള്ളൂ. ഊണും മീൻകറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 70 രൂപ, 80 രൂപ, 100 രൂപ താഴെ ഉള്ളൂ എന്തായാലും. അപ്പോൾ അങ്ങനെയാണ് ഊണിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് ബിസ്ക്കറ്റും കഴിച്ച് നമ്മുടെ ബാക്കി യാത്ര തുടരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വാഹനത്തിൻ്റെ മുന്നിലാണ്. ഇതിവിടെ ലോക്കലായിട്ട് നിർമ്മിക്കുന്നൊരു വാഹനമാണ് കേട്ടോ. ഇതിന് പറയുന്ന പേര് എൻജിൻ ഭാൻ എന്നാണ്. വാൻ എന്ന് പറഞ്ഞ വാക്ക് അവർ ഉച്ചരിക്കുന്നതിന് പകരം ഭാൻ, ബി ഇല്ല അവർക്ക്, ബി ആണ് വരുന്നത്. എൻജിൻ ഭാൻ എന്നാണ് അവർ പറയുക. SD ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് SD ഒന്നുമല്ല കേട്ടോ. എൻജിനൊക്കെ സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണിത്. ഇത് പാസഞ്ചർ വാഹനമാണ്. ഇവിടെ ആൾക്കാരിങ്ങനെ നിരന്നിരുന്നിട്ടാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് പോകുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഗുഡ്സിൻ്റെ വാഹനമുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്, അരിയോ എന്ത് ഗുഡ്സ് ആണെങ്കിലും എന്ത് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിലുള്ള അതിനായിട്ടുള്ള എൻജിൻ ഭാനുകളുണ്ട്. അതൊക്കെ നമുക്ക് ഈ റോട്ടിലൂടെയൊക്കെ പോകുന്നത് നമുക്ക് പല സമയത്തും കാണാൻ കഴിയും. എന്തായാലും കൊൽക്കത്ത ടൗണിലൊന്നും ഇങ്ങനത്തെ വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് വാഹനങ്ങൾ നമ്മൾ കാണുക. കാരണം ടൗണുകളിലൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല.
പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇ റിക്ഷ പോലെ കുറേ വാഹനങ്ങൾ ഇവിടെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്പർ പ്ലേറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ലോഡ് വലിക്കുന്നൊരു വാഹനമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പം ഇതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറേറ്റർ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ജനറേറ്റർ വെച്ചിട്ട് എന്തോ പ്രവർത്തിക്കുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിർമ്മിക്കുന്ന യൂണിറ്റുകളുണ്ട്. മാത്രമല്ല വർക്ക്ഷോപ്പുകളും പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് വാഹനങ്ങൾ ഈ ലോക്കൽ പ്രദേശങ്ങളിലൂടെ ഇതുപോലെ ഓടുന്നുണ്ട്, ഈ ടൈപ്പ് വാഹനങ്ങൾ. ബൈക്കിൻ്റെ ടയേഴ്സൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 വീലാണ് വരുന്നത്. ഷോക്ക് അബ്സറൊക്കെ പ്രവർത്തിക്കുന്നൊന്നും ആയിരിക്കുമല്ല, ഇതൊക്കെ വെറുതെ ഡമ്മി ആയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. ബൈക്കിൻ്റെ പാർട്സും SD ടാങ്കും കുറേ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു വാഹനം നിർമ്മിച്ചങ്ങ് ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഇൻഷുറൻസോ ഒന്നുമില്ല. കേരളവും തമിഴ്നാടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതുപോലത്തെയുള്ള വാഹനങ്ങളൊക്കെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന വാഹനങ്ങളൊക്കെ കാണാൻ കഴിയും. പൊല്യൂഷൻ ആവശ്യമില്ല, പോലീസ് പിടിക്കില്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കില്ല. സ്വന്തമായിട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുന്ന വാഹനമായിട്ടുള്ള എൻജിൻ വാനാണ് ഈ കാണുന്നത്. ഇദ്ദേഹം എൻജിൻ വാൻ്റെ ഡ്രൈവറുമാണ്, മുതലാളിയും കൂടിയാണ്. ഈ വണ്ടി ഇതിൻ്റെ എൻജിൻ ഡീസൽ എൻജിനാണ്. 1 ലിറ്ററിൽ ഏകദേശം 35 കിലോമീറ്റർ ഇതിന് മൈലേജ് ഉണ്ട് വണ്ടിക്ക്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ മിനിമം ഒരു 10 പാസഞ്ചേഴ്സ് 15 പാസഞ്ചേഴ്സ് 10 പാസഞ്ചേഴ്സ് വളരെ കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഈ എഞ്ചിൻ ഒരു ചൈനീസ് മെയ്ഡ് എഞ്ചിൻ. ഇത് മൾട്ടിപർപ്പസ് എഞ്ചിൻ. ഇത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് ജനറേറ്ററായിട്ടോ അല്ലെങ്കിൽ വേറെ പല എനർജി പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റും മൾട്ടി യൂസുള്ള എഞ്ചിനാണ്. ഇത് നമുക്ക് വാങ്ങിച്ചിട്ട് സാധാരണ പാസഞ്ചേഴ്സിന് ഗിയർ ബോക്സ് വേണ്ട, സാധാരണ എഞ്ചിൻ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഗുഡ്സ് വണ്ടികളാണെങ്കിൽ അതിൽ ഗിയർ ബോക്സ് കൂടി ഇവർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ബന്ധു പറഞ്ഞത് കേട്ടല്ലേ, ഒരു ചൈനീസ് നിർമ്മിത എഞ്ചിനാണ്. അത് വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പ്രത്യേകിച്ച് ഗിയറോ കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. ഗിയറുള്ള വണ്ടികളുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ എഞ്ചിൻ ബാൻഡ് സ്റ്റാൻഡാണ്. പാസഞ്ചേഴ്സിനെ കൊണ്ടുള്ള സ്റ്റാൻഡാണ്. അത് കൂടുതൽ ഇത് അങ്ങോട്ടാണ് സർവീസ് നടത്തുന്നത്. ഇതിപ്പോൾ ഗുമാസ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടുത്തെ 12 കിലോമീറ്റർ. ഗുമാസ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവിടെ നിന്ന് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകും അല്ലേ. ബസ് സ്റ്റാൻഡ് പോലെ ഇതിനൊരു സ്റ്റാൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എഞ്ചിൻ മാനെ കുറിച്ച് കേട്ടല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ടൗണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യമേ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഹൈടെക് ആയിട്ടുള്ള ഒരു ബാർബർ ഷോപ്പാണ്. ഹൈടെക് ഒന്നുമല്ല, കാണുമ്പോൾ അറിയാമല്ലോ, ഇതൊരു പഴയ ഒരു ബാർബർ ഷോപ്പാണ്. തടി കൊണ്ടും മുള കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ ടിൻ ഷീറ്റാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പഴയ കസേര കാണാം, പഴയ ചെയർ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 40 വർഷം മുന്നേ നമ്മൾ ഇതുപോലത്തെ ബാർബർ ഷോപ്പുകളും ഇതുപോലത്തെ ചെയേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ബംഗാളിൽ വന്നു കഴിഞ്ഞപ്പോഴും അതേ സമാനമായ രീതിയിൽ തന്നെ കാഴ്ച കാണാൻ സാധിച്ചിരിക്കുകയാണ്. 40 വർഷം മുന്നേ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ആ ഒരു ബാർബർ ഷോപ്പ് സിസ്റ്റം ഇപ്പോഴും ഇവിടെ ബംഗാളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ കട്ടിങ്ങിൻ്റേതായിട്ടുള്ള കത്തികളും അതോടൊപ്പം തന്നെ കത്രികകളും മാത്രമല്ല ഷേവിങ് ഫോം ഉപയോഗിക്കുന്ന പഴയ ആ ഒരു ടൈപ്പ് ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അടിഭാഗം നിർമ്മിച്ചിരിക്കുന്ന തടി കൊണ്ടൊക്കെയാണ്. അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ഉപകരണങ്ങളാണ് കേട്ടോ. ഇദ്ദേഹം ഏകദേശം ഒരു 25-30 വർഷമായിട്ട് ഇവിടെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. അതായത് ഈ ഒരു ബാർബർ ഷോപ്പ് ഇവിടെ പ്രവർത്തിച്ച് വരികയാണ്. പഴയ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ബാർബർ ഷോപ്പുകളൊക്കെ. കുറേ എണ്ണം കേട്ടോ, കുറച്ചൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പഴയ രീതിയിൽ ഇപ്പോഴും പിന്തുടർന്ന്, അതായത് 25 വർഷം മുന്നേ എങ്ങനെയായിരുന്നോ ഈ ഒരു സ്ഥാപനം, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് അദ്ദേഹം മാറിയിട്ടൊന്നുമില്ല. കസേരയാണെങ്കിലും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന കത്രികകളും കത്തികളൊക്കെ ആണെങ്കിലും ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇനി പുതിയതായിട്ട് വന്നു എന്ന് പറയാൻ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് 1-2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു ഫാൻ വന്നിട്ടുണ്ട്, LED ബൾബ് വന്നിട്ടുണ്ട്, മാത്രമല്ല ഒരു ട്രിമ്മറും വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആധുനിക രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മിററാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ തന്നെയുള്ളൂ പുതിയതെന്ന് പറയാനായിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാർബർ ഷോപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച. നമ്മുടെ നാട്ടിലെ ബാർബർ ഷോപ്പിനെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. സെൻട്രലൈസ്ഡ് AC അല്ലെങ്കിൽ മിനിമം ഇപ്പോൾ ഒരു AC ഇല്ലാത്ത ബാർബർ ഷോപ്പൊന്നും നമുക്ക് കാണാനേ കഴിയില്ല. എല്ലാ ആൾക്കാരും അവിടെയൊക്കെ പോയായിരിക്കും ഷേവ് ചെയ്യുകയും മുടിയൊക്കെ വെട്ടുകയും ചെയ്യുന്നതൊക്കെ. എന്നാൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു കിളിവാതിലുണ്ട്. അതിലൂടെ കാറ്റ് വന്ന് വേണം ഇവിടെ ഇരുന്ന് നമുക്ക് ഷേവ് ചെയ്യാനോ അല്ലെങ്കിൽ മുടി വെട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ. കാരണം അങ്ങനത്തെ ഒരു ബാർബർ ഷോപ്പാണ് ഇത്. നമ്മളങ്ങനെ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാത്തോർക്കട്ട എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. പാത്തോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ പത്തർ, ഹിന്ദിയിൽ പത്തർ എന്നൊക്കെ പറഞ്ഞാൽ കല്ല് എന്നാണ് അതിനർത്ഥം. കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവാണ്. പണ്ട് ഇവിടെ ഒരു കടവുണ്ടായിരുന്നെന്നാണ് നാസർ ബന്ധു പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് പാത്തോർക്കട്ട എന്ന ഒരു പേര് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടോ, വളരെ മനോഹരമായി ഒരു ചേട്ടൻ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത്. ഇതൊരു പ്രത്യേകതരം തൊപ്പിയാണ് കേട്ടോ. ഓക്കെ,
ഇത് നിർമ്മിച്ചിരിക്കുന്നത് പനയോല കൊണ്ടാണ്. കണ്ടോ, ഇത് വളരെ മനോഹരമായിട്ട് മെടഞ്ഞ് ബാമ്പുവൊക്കെ ഉപയോഗിച്ച് മെടഞ്ഞ് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയൊക്കെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലമാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വഴുതനങ്ങയൊക്കെ കൃഷി ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങോട്ടൊക്കെ കുറേ നേഴ്സറികളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ കുറേ പച്ചക്കറികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഒരു പച്ചക്കറിത്തോട്ടത്തിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തൊപ്പി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കൃഷി ഇടത്തേക്ക് ഇറങ്ങുകയും ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ക്യാപ്പ് കാണാനായിട്ട് സാധ്യതയില്ല. ഈ ഒരു രീതിയിൽ നിർമ്മിക്കുന്ന തൊപ്പികളൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ടൊക്കെ ഒരുപാട് കൃഷിക്കാരുടെ അടുത്തൊക്കെ ഇതുപോലത്തെ തൊപ്പികളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈപ്പ് അല്ല, നമ്മളൊരു വേറെ രീതിയിലാണ് അത് മേക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗാളിലെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു നിർമ്മാണ ശൈലിയിലാണ് ഇവർ തൊപ്പി നിർമ്മിച്ച് ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ ആ കൃഷിസ്ഥലത്ത് നിന്ന് നടന്ന് ഇവരുടെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ കാണാം. പഴയ വീടുകളാണ് കേട്ടോ. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളും അതോടൊപ്പം തന്നെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുറച്ച് ഷെഡുകളൊക്കെ നമുക്ക് കാണാം. ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഷെഡുകളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ആടുമാടുകളെ വളർത്തുന്ന ഒരു കൂടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ ഇപ്പോൾ നിലവിൽ പശുക്കളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ ചേർന്ന് ഇവരുടെ വീടും സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചുടുകട്ട കൊണ്ടാണ് ഈ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ മേൽക്കൂരയായിട്ട് ടാർപോളിൻ ഷീറ്റ് തന്നെയാണ് ഈ ഒരു വീടിനും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അടുക്കള നമുക്ക് കാണാം. അതും ടാർപോളിൻ ഷീറ്റ് കൊണ്ട് തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അടുക്കള ചാണകം മെഴുകിയിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. തറ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചാണകമാണ് മെഴുകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു കുളിമുറിയും ഒരു വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാം. കുഴൽ കിണറിൻ്റെ പൈപ്പൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ യാത്ര ചെയ്തതിൽ ഏറ്റവും മോശം വീട് അല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. ഇവിടെ കുറേ ഫാമിലികൾ താമസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 5 കുടുംബങ്ങളോളം ഇവിടെ താമസിക്കുന്നുണ്ട്. നാസർ ബന്ധു നമ്മളോട് പറയുകയുണ്ടായി, മാറ്റിപ്പാർപ്പിക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനൊന്നും ഒരു ഫലം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇവർക്ക് വേണ്ടി വീട് പണിയാനായിട്ട് നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ചായിരുന്നു. സ്ഥലം വാങ്ങിച്ച് വീട് പണിയാനുള്ള പ്ലാനിലും എസ്റ്റിമേറ്റും ശരിയാവുകയും എൻ്റെ മെറ്റീരിയൽസ് അവർ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെയുള്ള കുറച്ച് പ്രമാണിമാർ അവരുടെ വീടിൻ്റെ അടുത്താണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ അവർക്കിത് ഇത്തരം ഇങ്ങനെ സോഷ്യലി താഴ്ന്ന നിലയിലുള്ള ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസവും അവിടെ ചേരി പോലെയൊക്കെ ആയി പോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് ബ്ലോക്ക് ചെയ്യും, ഇവരുടെ തടസ്സമൊക്കെ ഉണ്ടാക്കി. ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിരുന്നു. അത് സീറോ ഫൗണ്ടേഷൻ്റെ പേരിലല്ല കേട്ടോ, ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ എന്ന ഒരു ട്രസ്റ്റിൻ്റെ പേരിലായിരുന്നു. അങ്ങനെ ട്രസ്റ്റ് വാങ്ങിച്ച സ്ഥലത്ത് കട്ടയും അതോടൊപ്പം തന്നെ തറയൊക്കെ കെട്ടി സെറ്റായപ്പോഴത്തേനും അവിടെയുള്ള കുറച്ച് പ്രമാണികൾ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ല ഇവരെ ഇവിടെ മാറ്റി പാർപ്പിക്കുന്നതിനോട് എന്നിവർ പറഞ്ഞു. കാരണം അവരെക്കാളും താഴ്ന്ന ജാതിക്കാരാണ്. അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ ഒരു പ്രൊജക്റ്റ് അവിടെ ക്യാൻസലായി. സ്ഥലം ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു, സാധനങ്ങൾ ഇറക്കി, തറ കെട്ടി, അതെല്ലാം ചെയ്തിട്ടും അവസാനം ആ ഒരവസ്ഥയിലെത്തി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മാറേണ്ടി വന്നു. പിന്നീട് വേറൊരു സ്ഥലം വാങ്ങിച്ച് അവർ വീട് പണിയാനുള്ള എല്ലാ സംവിധാനങ്ങളും സെറ്റാക്കിയപ്പോഴത്തേനും അവിടെയുള്ള സ്ഥലവാസികളും പറഞ്ഞു അവർക്കും താല്പര്യമില്ല ഇങ്ങോട്ട് അവരെ മാറ്റി താമസിപ്പിക്കുന്ന കാര്യത്തിലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോജക്റ്റ് അവിടെ മുടങ്ങുകയാണ് ചെയ്തത്. മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടും നടക്കാതെ പോയൊരു പ്രോജക്റ്റാണ് നമ്മളീ കാണുന്ന ഇവിടെ താമസിക്കുന്ന ഈ വീട്ടിലുള്ള ആൾക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ബന്ധു പറയരുത്, അദ്ദേഹത്തെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അതുതന്നെയാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവരെ ഒന്നും മാറ്റിപ്പാർപ്പിക്കാൻ മാത്രം അദ്ദേഹത്തിന് സാധിച്ചില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ മാറ്റി പാർപ്പിക്കുകയും അതോടൊപ്പം തന്നെ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്, ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് നമ്മളോട് പറയുകയുണ്ടായി. നമുക്ക് ഈ വീടിനുള്ളിലേക്കൊന്ന് പ്രവേശിക്കാം കേട്ടോ. വളരെ കുനിഞ്ഞ് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. എൻ്റെ മോനെ പാട് തന്നെ കണ്ടോ, വലിയ പാടാണ്. ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു അടുക്കളയാണ്, എണീറ്റ് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് റൂമാണ്, ആ ഒരു ഭാഗത്ത് ഒരു റൂമാണ്. ഇവിടെ ഒരു കട്ടിലുണ്ട്, അവിടെ ഒരു കട്ടിലുണ്ട്. പരിമിതമായ സ്ഥലമേ ഉള്ളൂ. ശരിക്കും എണീറ്റ് നിന്ന് നടന്നു പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ വന്നപ്പോൾ കുറച്ച് ഉയരം കിട്ടി. ഇവിടെയാണ് ശരിക്കും എണീറ്റിരിക്കാൻ എനിക്ക് പറ്റിയത്. 6 അടി പൊക്കമുള്ള ആൾക്കൊന്നും ഇതിനകത്ത് എണീറ്റിരിക്കാനേ പറ്റില്ല ഒരിടത്തും. ഈ ഭാഗത്തും പറ്റില്ല, ഈ ഭാഗത്തും പറ്റില്ല, ഇവിടെ ഒന്നും പറ്റില്ല, ഇവിടെ ഒട്ടും പറ്റില്ല. എന്തായാലും എനിക്ക് അത്രയും പൊക്കമില്ലാത്തതുകൊണ്ട് ഇവിടെ എണീറ്റിരിക്കാം. ഇവിടെയും കുഴപ്പമില്ല. ഇങ്ങോട്ടൊക്കെ പിന്നെ ഉയരം താഴ്ന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ പരിമിതമായ സ്ഥലത്താണ് കേട്ടോ ഇവർ താമസിക്കുന്നത്. ചെറിയൊരു വീട്. നാസർ ബന്ധു പറഞ്ഞത് ഈ വീടിനുള്ളിൽ 6 പേര് താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നെ, അത് സമ്മതിക്കണം കേട്ടോ. ഇതിനകത്ത് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് അടുക്കള, ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയൊരു അടുക്കളയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് 6 പേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നത്. എന്താ അല്ലേ, എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും
വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എൻ്റെ അമ്മോ മതി. അയ്യോ ഭയങ്കര പാട്. ഷോ ഇത്രയും ചെറിയൊരു വീട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ ബന്ധുവിൻ്റെ സ്ഥാപനമായിട്ടുള്ള സീറോ ഫൗണ്ടേഷൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു അമ്മച്ചീനെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ അമ്മച്ചി വളരെ എന്താ പറയുക, ബന്ധുവിനോട് വളരെ ഇഷ്ടമുള്ള ഒരു അമ്മച്ചിയാണ്. പ്രത്യേകിച്ച് ഇവരെ ഈ ഗ്രാമത്തിലുള്ളവരൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ ഗവനിക്കാറില്ല. മീൻസ് എന്താ പറയുക, സംസാരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അപ്പം പൊതുവേ ബന്ധു വന്ന കാലം മുതലേ ഇവരോട് സംസാരിക്കുകയും ഇവരെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറ്റിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു സുഹൃത്ത് ബന്ധം ഇവർ തമ്മിലുണ്ട്. സാധാരണ ഇതിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അവരെ ആരും സംസാരിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ സഹായിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടമൊക്കെ തോന്നും. എന്നാൽ ഇവിടെയും അതേ സമാനമായ രീതിയിൽ തന്നെയാണ്. ഇപ്പം ഇവർ മറ്റുള്ള ആൾക്കാരായിട്ടൊന്നും അത്ര കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ഇപ്പം നാസർ ബന്ധു വന്ന സമയം മുതൽ ഇവരുമായിട്ട് സംസാരിക്കുകയും ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവർക്ക് വേണ്ടി വീടൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് അദ്ദേഹം കുറേ ശ്രമിച്ചതാണ്. പക്ഷേ അവർ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്ന ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് വീട് വെച്ച് കൊടുത്താലൊന്നും അവരങ്ങോട്ടൊന്നും മാറില്ല. അവരൊരു ചെറിയ ഒരു എന്താ പറയുക, മാനസികമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു അമ്മച്ചിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിലവിലെ ബന്ധുവിൻ്റെ ഓഫീസിൻ്റെ മുന്നിലാണ് ഇവർ പാചകം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയോ അവർ പാചകം ചെയ്ത് കഴിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ താമസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബന്ധു ഈ പറഞ്ഞ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. കാരണം മറ്റുള്ള ആൾക്കാരൊക്കെ അവരെ ഒറ്റപ്പെടുത്തുമ്പോഴത്തേനും ബന്ധു ഇവരെ ബൈക്കിൽ കയറ്റിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അതൊക്കെ വലിയൊരു സന്തോഷമായിരിക്കും, വലിയൊരു കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധു വന്നു കഴിഞ്ഞാൽ ബന്ധു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബംഗാളിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല. അവരുടെ സങ്കടങ്ങളും പരാതികളൊക്കെയാണ് അവർ ബന്ധുവിനോട് പറയുന്നത്. ബന്ധു അതൊക്കെ കേൾക്കും. അങ്ങനെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ നല്ലൊരു സ്നേഹബന്ധം ഇവർ തമ്മിലുണ്ട് കേട്ടോ. വലിയൊരു ഇഷ്ടമാണ് അവർക്ക് ഈ ബന്ധുവിനെ. ബന്ധു, ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം. ബന്ധു ആദ്യം വന്ന സമയത്ത് മുതൽ എങ്ങനെയാണ് ഇവരോടുള്ള ഒരു രീതി അല്ലെങ്കിൽ സംസാരമൊക്കെ? നിങ്ങൾ ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുമായിരുന്നു, നിങ്ങളോട് സംസാരിക്കുമായിരുന്നോ? എന്തായിരുന്നു അവർ? ഇല്ല. ഇവിടെ തന്നെ ജനിച്ചു വളരുന്ന സ്ത്രീയാണ്. ഓക്കെ. ചെറുപ്പം മുതലേ. പക്ഷെ ഇവർക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാരും ഇല്ല. ഒരു ഒറ്റപ്പെട്ടിങ്ങനെ താമസിക്കുകയാണ്. തെരുവിൽ അവിടെ ഇവിടെ കുറച്ച് ദിവസം താമസിക്കും. ചെറിയ ഷെഡ് പോലെ കിട്ടും. സ്വന്തമായിട്ട് നന്നായിട്ട് പാചകം ചെയ്യും, നന്നായിട്ട് ഫുഡ് ഉണ്ടാകും, കഴിക്കും. ഇങ്ങനെ ഇതുപോലെ നടക്കുന്ന നല്ലൊരു സ്ത്രീയാണ്. ഇപ്പൊ ഇത് നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഈ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നിങ്ങൾ ഇവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവരുടെ മാനസിക നില ഞാൻ പല രീതിയിലാണ് കണ്ടേക്കുന്നത്. ഞാൻ തുടക്കകാലത്ത് ഇവർ ആരോടും സംസാരിക്കില്ല. വെറുതെ ഫുള്ള് സൈലന്റ് ആയിട്ട് ഓരോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം വെറുതെ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ ഞാൻ ഫസ്റ്റ് വരെ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് ലാംഗ്വേജിന്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റില്ല. പിന്നെ പതിയെ കുറേ 2-3 വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവര് നല്ല കമ്പനിയാണ്. നിങ്ങളെ വലിയ ഒരു വളരെ ബഹുമാനത്തോടെയും വളരെ ഇഷ്ടത്തോടെയാണ് അവർ കാണുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇടയ്ക്കൊക്കെ ബന്ധു ഇവരെ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ കയറ്റി മറ്റു സ്ഥലങ്ങളിലൂടെയൊക്കെ കൊണ്ട് ഇങ്ങനെ കറക്കാറുണ്ടല്ലോ, എന്താ ചോദിക്കുന്നത്? എന്താ പറയുന്നത്? കാക്കയുടെ ബുദ്ധി നോക്കൂ, ഫുഡ് കൊടുത്തപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഇവരെ നമ്മുടെ വാഹനങ്ങളിൽ കയറ്റിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ ചുമ്മാ കൊണ്ടുപോകുമല്ലോ, അവർക്കതൊക്കെ വലിയ സന്തോഷമാണ്. എന്താണ് അവരുടെ? ഇല്ല, അങ്ങനെ ഇവർക്ക് ജസ്റ്റ് അടുത്ത സിറ്റിയിലോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും മേളകളോ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ജസ്റ്റ് പോയി കാണാം, ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചാൽ അതൊക്കെ ഒരു ഹാപ്പിനെസ്. അത്ര ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. നിങ്ങളോട് വന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, ഇടയ്ക്ക് വന്ന് പരിഭവങ്ങൾ പറയും, സങ്കടങ്ങൾ പറയും. അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവര് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെ അല്ലേ? ഇപ്പൊ ഈ കാണുന്ന പോലെ നല്ലൊരു പൊട്ടൊക്കെ തൊട്ട് അല്ലേ, സാരി കൊടുത്ത് നന്നായിട്ട് മേക്കപ്പ്. ചിലപ്പോൾ നമുക്ക് ഇത് ഓവർ മേക്കപ്പ് ഒക്കെ തോന്നിയേക്കാം. ആ രീതിയിൽ നല്ല ഭംഗിയായിട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വേറെ പ്രായമായവരാണ്, അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നടക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഓ ശരി ശരി. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ പ്രായമാകുന്നതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പറയുകയാണെങ്കിൽ. അമ്മച്ചിയുടെ പേരെങ്ങനെയാണ് വിളിക്കുന്നത്? പേര് ചെഹ്റാൻ എന്നാണ്. ചെഹ്റാൻ അല്ലേ? വിളിക്കുന്നത് അങ്ങനെ തന്നെയാണോ എല്ലാവരും? നാട്ടിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെ വിളിക്കുന്നത് ചെഹ്റാൻ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ, പാചകമൊക്കെ അവർ ചെയ്ത് ഭക്ഷണം കഴിക്കട്ടെ, നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളിൽ ഏർപ്പെടാം. ഓക്കെ. അങ്ങനെ എന്തായാലും നമ്മൾ നാസർ ബന്ധുവിൻ്റെ ഓഫീസിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, കുറച്ച് ജോലി തിരക്കുണ്ട്, ബിബിന് വേണമെങ്കിൽ
നമ്മുടെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്, അദ്ദേഹം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടൗണിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, വെറുതെ ഇരുന്ന് സമയം കളയണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ നടക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വന്നു. അദ്ദേഹത്തോടൊപ്പം നമ്മൾ ബൈക്കിൽ ഒരു ടൗണിലേക്ക് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറിയ വഴിയാണ്, പക്ഷേ നല്ല ടാറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വഴിക്ക് തീരെ വീതിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ വാഹനം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാകും. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റൂട്ടിൽ മുഴുവനും നല്ല തിരക്കാണ്, നല്ല റഷാണ്. കുറേ ആൾക്കാരിങ്ങനെ റോഡിൻ്റെ സൈഡ് പറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ ക്രോസൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു അലക്ഷ്യമായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ നടക്കുകയാണ്. ആൾക്കാർ മാത്രമല്ല കേട്ടോ, വാഹനങ്ങളാണെങ്കിലും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 വീല് വാഹനങ്ങൾ അധികം കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ കൊൽക്കത്ത നഗരമൊക്കെ പിന്നിട്ട് ഒരു 50 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്ററോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഗ്രാമങ്ങളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അധികം 4 വീല് വാഹനങ്ങൾ കാണാൻ കഴിയില്ല. അവിടെ കൂടുതലും മോട്ടോർ സൈക്കിളും അതോടൊപ്പം തന്നെ ബൈസൈക്കിളുമാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുക. പിന്നെ ഈ റിക്ഷകൾ കൂടുതലായിട്ടും കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട എൻജിൻ വാൻ, അതും കുറേ ഉണ്ട് കേട്ടോ. ഗുഡ്സ് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എൻജിൻ വാനുകളും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ധാരാളം ഷെയർ ടാക്സികളുണ്ട്. ഇവിടെ ധനാഢ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അവരുടെ വീടുകളിലൊക്കെ വാഹനമുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പോലെ അവർ അങ്ങനെ വാഹനങ്ങളൊന്നും ഇടത്ത് ഉപയോഗിക്കില്ല. വീട്ടിൽ വാഹനം മേടിച്ച് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഉപയോഗം വളരെ കുറവായിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ നല്ല വെയിലുള്ളപ്പോഴോ ഒക്കെ നമ്മൾ വാഹനം എടുത്തുകൊണ്ട് നമ്മൾ പോകും. പക്ഷേ ഇവരങ്ങനെയല്ല, ഒന്നെങ്കിൽ ഈ റിക്ഷയ്ക്ക് പോകും, അതല്ല എങ്കിൽ ഷെയർ ടാക്സിയിൽ പോകും. പിന്നെ കുറച്ച് ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ മിക്കപ്പോഴും ഈ പറയുന്ന 4 വീല് വാഹനങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് കുറച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. അല്ലാത്തവരൊക്കെ ഈ റിക്ഷ, ഷെയർ ടാക്സി, 2 വീലർ ഇതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ യാത്രകളൊക്കെ. കാറുള്ളവരൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരിക, എന്തെങ്കിലും എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകേണ്ട ഒരു ആവശ്യം വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലാതെ അവരൊരിക്കലും അവരുടെ സ്വന്തം 4 വീലായിട്ടുള്ള പേഴ്സണൽ വാഹനങ്ങളെടുത്ത് അവർ വെറുതെ ഉപയോഗിക്കില്ല. അവർ മറ്റു വാഹനങ്ങളൊക്കെ ആശ്രയിച്ചാണ് അവരുടെ യാത്രകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നല്ല തിക്കിലും തിരക്കിലൊക്കെ പെട്ട് നമ്മളിതാ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്രാമങ്ങൾ കാണാം, പിന്നെ ചെറിയ കവലകൾ കാണാം. അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ ജോലികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് സൈക്കിളിലും അതോടൊപ്പം തന്നെ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ പോകുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന നാസർ ബന്ധുവിൻ്റെ സുഹൃത്തായിട്ടുള്ള ബയ്യ ഒരു ദന്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരു രസകരമായ ഒരു കാഴ്ച നിങ്ങളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 4-5 വർഷം മുന്നേ നമ്മുടെ സുഹൃത്ത് അഷറഫ് എക്സൽ അദ്ദേഹവുമായിട്ട് ബംഗാൾ യാത്രക്കിടയിൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പക്ഷേ അവിടുത്തെ ഡോക്ടറെ ഒന്നും കണ്ടിരുന്നില്ല. അദ്ദേഹം എന്താ ആവശ്യത്തിന് പുറത്തു പോയ സമയത്ത് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ചെറിയ രീതിയിൽ, ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയ വിവരണമൊക്കെ നമ്മളന്ന് നൽകിയിരുന്നു. അതിപ്പോൾ കണ്ട ആൾക്കാരൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം, കാരണം 4-5 വർഷം മുന്നേ ഉള്ള കാഴ്ചകളായിരുന്നു അത്. എന്തായാലും നമ്മളിനി കാണാൻ പോകുന്ന ആ ഒരു ക്ലിനിക്ക്, അതായത് ഈ പല്ല് പറിക്കുന്ന അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്ന, പല്ലുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം നിങ്ങൾ കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ക്ലിനിക്ക് എന്നുള്ളത്. അവിടെ എത്തി അത് കാണിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിവരണം തരാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ ക്ലിനിക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ലിനിക്ക് എന്ന പേര് ഞാനും കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇതിനെ ക്ലിനിക്ക് എന്നൊന്നും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഒരു പഴയ ഷെഡ്. നമ്മൾ വിചാരിക്കും ഇത് ഏത് നൂറ്റാണ്ടിലെ കടയാണെന്ന് നമുക്ക് തോന്നിയേക്കാം, എന്നാൽ ക്ലിനിക്കാണ്. ഇതിനകത്തൊരു ഡോക്ടർ ഇരിപ്പുണ്ട്, കുറേ പേഷ്യൻസ് വെയിറ്റ് ചെയ്ത് പുറത്ത് ഇരിപ്പുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴത്തേന് നല്ല തിരക്ക്, ഒരു 8-10 പേരോളം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ബയ്യ പറഞ്ഞു അവരെ കാണിച്ചിട്ടേ ഇനി നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറെ മാർഗ്ഗമില്ലല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പോയി ഞങ്ങൾ ഇതിനോട് ചേർന്നൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഭാഗത്ത് ഇരിക്കാനുള്ള ഇടയുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞാനും ബയ്യയും കൂടെ അകത്തേക്ക് വന്നിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ ചിത്രീകരിച്ചു. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല കേട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നൊന്നും ചോദിച്ചില്ല. നമ്മുടെ കൂടെ വന്ന ബയ്യ പറഞ്ഞു 4 വർഷം മുന്നേ വന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു, നിങ്ങളുടെ ക്ലിനിക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ ശരിയാണ്, ഞാൻ ഓർക്കുന്നു എന്നൊക്കെ ജസ്റ്റ് എന്തോ ഒരു തമാശ രീതിയിൽ അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം രോഗികളെ നോക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ അകത്തൊക്കെ കയറി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു.
ഇപ്പോൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ക്ലിനിക്കായിട്ടാണോ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് തോന്നുക? എനിക്ക് പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ ശരിക്കും സങ്കടമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ, ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഓരോ നാടിനും അതിൻ്റെതായ MLA മാരും MP മാരും ഉണ്ടാവും. അവർ തീരുമാനങ്ങൾ എടുക്കണം. മാത്രമല്ല ഓരോ ജില്ലയ്ക്കും കളക്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ പലരും ഉണ്ട്. അവരൊക്കെയാണ് ശരിക്കും ഇതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിർദ്ദേശം അവർ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കണ്ടെത്തി കഴിഞ്ഞ് ഇതിനെ അടപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിനിക്കുകൾ ഇവിടെ വരും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇദ്ദേഹം എന്താ പറയുക, ഈ ദന്ത ഡോക്ടറായി പഠിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയൊന്നുമല്ല. ഇദ്ദേഹം പ്രത്യേകിച്ച് ഇതിൻ്റെ ABCD അറിയില്ലാത്തൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ ഈ രോഗികളെ പരിപാലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾ മുന്നേ ഇദ്ദേഹം നഗരങ്ങളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ദന്ത ക്ലിനിക്കിൽ അറ്റൻഡറായിട്ടോ അല്ലെങ്കിൽ അപ്രൻറ്റീസായിട്ടോ എന്തെങ്കിലും രീതിയിലൊക്കെ ജോലി ചെയ്ത് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ BDS ഒന്നും കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഡോക്ടറല്ല. ശരിക്കും അദ്ദേഹത്തിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹം പറയും ഇല്ല എന്ന് തന്നെയായിരിക്കും. അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇത് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനങ്ങൾ എടുത്ത് മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തി നല്ല നല്ല ഹോസ്പിറ്റലുകളും നല്ല നല്ല ക്ലിനിക്കുകളും കൊണ്ടുവരേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വരുന്ന രോഗികൾ, ഇവർക്ക് വേറൊരു മാർഗ്ഗമില്ല. ഇനി ഇതല്ലാതെ മറ്റൊരു നല്ല ഡോക്ടറെ, ഒഫീഷ്യലായിട്ടുള്ള നല്ല BDS കഴിഞ്ഞ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അവർക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇനിയും ഒരു 30 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അപ്പോൾ നമ്മൾ ചക്കളയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ ചക്കളയിലുള്ള ആൾക്കാർ ഇനിയും, അല്ലെങ്കിൽ അവിടെ നിന്ന് കണക്ക് കൂട്ടുമ്പോഴത്തേനും 19 അല്ലെങ്കിൽ 10-60 കിലോമീറ്റർ ടൗണിലൊന്നും പോയിട്ട് അവർ ചികിത്സിക്കില്ല. അവർ ഇതുപോലെയുള്ള മുറി വൈദ്യന്മാരെയൊക്കെ കണ്ടാണ് ചികിത്സിക്കുന്നത്. ഇതുപോലെ പല മേഖലയിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട് കേട്ടോ. അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, വ്യാജ ഡോക്ടർമാരെന്ന് വേണമെങ്കിൽ പറയാം, ഇതുപോലത്തെ ഗ്രാമങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്യാജമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ അടുത്ത് ധാരാളം രോഗികൾ ചികിത്സിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരിക്കലും ഇവിടെ ചികിത്സിക്കാൻ വരുന്ന ഇവരെ കുറ്റപ്പെടുത്തില്ല. ഇവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇവർ 50-60 കിലോമീറ്റർ സഞ്ചരിച്ചൊന്നും പോയിട്ട് ഒരു പനിക്ക് മരുന്ന് മേടിക്കാനോ ഒന്നും അവരാരും പോകില്ല. കാരണം ഇവരിവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് രോഗങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടായിട്ട് അവർ കണക്കാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്രയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഇവർ വ്യാജന്മാരല്ലേ, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ, ഇത് പിടിക്കില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. ഇവരിവിടെ വരുന്നു, ചികിത്സിക്കുന്നു, രോഗം ചിലപ്പോൾ ഭേദമാകുന്നുണ്ടാവാം, എനിക്ക് കറക്റ്റ് അറിയില്ല, ഉണ്ടാകുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നെയും ഇവരിവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് പല്ല് പറിക്കേണ്ട ആൾക്കാരാണെങ്കിൽ പല്ല് പറിക്കുന്നു, പല്ലടപ്പിക്കേണ്ട ആൾക്കാരാണെങ്കിൽ പല്ലടപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയ ഓപ്പറേഷനൊക്കെ ചെയ്യണമെങ്കിൽ അതും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ പല്ലൊക്കെ പറിക്കണമെങ്കിൽ ഇതാ ഇവിടെ ഈ സിറിഞ്ചുകളൊക്കെ കണ്ടോ, ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സിറിഞ്ചുകൾ, ഇത് വർഷങ്ങളായിട്ട് ഇവിടെ കൂട്ടിക്കിടക്കുന്നതെന്ന് തോന്നും. ഇത് തന്നെയാണോ അദ്ദേഹം എടുത്ത് കുത്തിവെക്കുന്നത്? ഓരോ പേഷ്യൻറ്റിന് എടുത്ത് കുത്തുന്നു, ഇനി ഇത് തന്നെ മാറാതെ തന്നെ അടുത്ത പേഷ്യൻറ്റിനും അനസ്തേഷ്യ കൊടുക്കുന്നു. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ കുറച്ച് സിറിഞ്ചുകൾ ഒരു ഭാഗത്ത് കിടക്കുന്നു, കുറച്ച് സിറിഞ്ചുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കില്ല, അറിയാമല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. 1, 2, 3 പേഷ്യൻ്റൊക്കെ ചിലപ്പോൾ കുത്തുമായിരിക്കും. സൂചിയുടെ മുനയൊക്കെ തേയ്മാനം സംഭവിക്കുമ്പോഴായിരിക്കും അവരെടുത്ത് വലിച്ചെറിയുന്നത്. അതുവരെ എല്ലാ രോഗികൾക്കും ചിലപ്പോൾ ഇത് കുത്തുമായിരിക്കും. എന്തായാലും ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇനി വേറൊരു കാര്യം കാണാം കേട്ടോ. ഇവിടുത്തെ രോഗിയെ ചികിത്സിക്കുന്ന ആ ഒരു കസേരയൊക്കെ കണ്ടോ, ഏത് നൂറ്റാണ്ടിലാണെന്ന് ആർക്കറിയാം. എനിക്കിത് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഏതോ ഒരു കാലത്തെ കസേരയും ഏതോ ഒരു കാലത്തെ ലൈറ്റും. ഈ ലൈറ്റൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു 45-50 വർഷം മുന്നേ ചിലപ്പം ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ ചിലപ്പം എന്താ പറയുക, ഇതുപോലത്തെ ക്ലിനിക്കുകളിലൊക്കെ ഉണ്ടായിരുന്നേക്കാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ലൈറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഹൈടെക് ദന്താശുപത്രികളാണ്, ക്ലിനിക്കാണെങ്കിലും ആശുപത്രികളാണെങ്കിലും എന്താ സെറ്റപ്പ്. നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞൊന്ന് പല്ല് പറിക്കാൻ ഇവിടെയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓടും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ നോക്കി, പല്ല് പറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും
എന്തൊക്കെയോ സാധനങ്ങൾ, ഇതൊക്കെ എവിടുന്ന് എത്രയോ വർഷം പഴക്കമുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെപ്പൂല് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ളതാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണുന്ന കാഴ്ചയിൽ കണ്ട വിവരങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ഡോക്ടർ ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ പല്ല് പറിക്കുന്നുണ്ട്, മുതിർന്ന ആൾക്കാരുടെ പല്ല് പറിക്കുന്നുണ്ട്, പല്ല് സംബന്ധമായ എല്ലാ ചികിത്സകളും അദ്ദേഹം ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് പല്ല് പറിക്കാം കേട്ടോ. തമാശ പറഞ്ഞാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കൂടെ വന്ന ബയ്യ ഇപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കയറിയല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പല്ലുവേദന വരുമ്പോഴത്തേനും ഇവിടെ വന്നു അദ്ദേഹം ചിലപ്പം ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ മരുന്നൊക്കെ തന്നു വിടും, അത് കുറയുന്നുണ്ട്. പല്ല് പറിക്കാനായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ ഇഞ്ചക്ഷൻ കൊടുത്ത് പല്ല് പറിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ടൗണിലൊക്കെ പോയി ഇതൊക്കെ ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്തിന് ഇവിടെ ഉള്ളപ്പോൾ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പിന്നെ അദ്ദേഹത്തെ തിരുത്താനൊന്നും പോയില്ല. ഒന്നാമത്തെ ഭാഷ അറിയില്ല അദ്ദേഹത്തിന്, ഈ പറഞ്ഞ പോലെ മുറി ഹിന്ദിയൊക്കെ അറിയത്തുള്ളൂ. നമ്മൾ എപ്പോഴും ബന്ധു വഴിയാണ് അദ്ദേഹത്തോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഹിന്ദിയിലൊക്കെ, പക്ഷേ അദ്ദേഹത്തിന് ഹിന്ദി വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡോക്ടറെ കാണാനായിട്ട് 20 രൂപ 30 രൂപ, പല്ല് പറിക്കാനൊക്കെ ആണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പല്ല് പറിക്കുന്നതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 300 രൂപ കുറഞ്ഞത് വാങ്ങിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ, അല്ലെങ്കിൽ ഒരു 500 രൂപയെങ്കിലും വാങ്ങിക്കും ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇവിടെ ആ സമയത്ത് 50 രൂപയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവർ ഞാൻ ഈ പറയുന്ന പോലെ വലിയ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട അവിടെയും 300-500 കൊടുക്കണം. ആരെങ്കിലും പോവോ? ഇവിടെ സാധാരണ കൃഷിക്കാരാണ്, ഒരു ദിവസത്തെ അവരുടെ വേതനം 250-300 അങ്ങനെയൊക്കെയാണ്. പിന്നെ ആണുങ്ങളുടെയൊക്കെ മാക്സിമം ഒരു വേതനം എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പല്ല് പറിക്കാൻ വേണ്ടി ബസ്സും കയറി അല്ലെങ്കിൽ ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ ഷെയർ ടാക്സിക്കോ ഒന്നും അവരൊന്നും പോവുകയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇതുപോലത്തെ ക്ലിനിക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലത്തെ വ്യാജ പ്രസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെ ശോചനീയമായൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് 4 വർഷം മുന്നേ. ഇപ്പം നമ്മുടെ യാത്രയിൽ നിങ്ങളെയും കൂടെ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കും കൂടെ ഇതൊരു അനുഭവമാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കും ബംഗാളിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ഒരിക്കലുമല്ല. നിങ്ങൾ ബീഹാർ പോയാലും യുപിയിലൊക്കെ പോയാലും ഇതുപോലെ സമാനമായ കാഴ്ചകൾ കാണാം. ഇനി അല്ലെങ്കിൽ ബംഗാളിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ബംഗാൾ വർഷങ്ങളെ മുന്നേ ഭരിച്ച ആൾക്കാരുടെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പറയും. ഒന്നും വേണ്ട, നിങ്ങൾ യുപിയിലോ ബീഹാറിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. യാത്രകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട്. എന്തായാലും ഇനിയും നമുക്ക് നല്ല നല്ല കാഴ്ചകൾ ബംഗാളിൽ നിന്ന് കാണാനുണ്ട്. പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിലല്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ബംഗാളിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ അവർക്കും യെസ്, ബൈ.